ലോക ചരിത്രത്തിൽ സ്വന്തം പാത വെട്ടിത്തെളിച്ച സ്വാതന്ത്ര്യവും പരമാധികാരപരമായ നിലപാടുകളിലൂടെ മുന്നോട്ട് കുതിക്കുന്ന ഒരേയൊരു ശക്തിയുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതമാണ്. ഇന്ന് ലോകം സാമ്പത്തിക പ്രതിസന്ധികളിലും രാഷ്ട്രീയ ചേരിപ്പോരുകളിലും പരസ്പരം ഉഴലുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു. നമ്മുടെ ഈ ശക്തമായ നിലപാട് തന്നെയാണ് ലോകശക്തികളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹി സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ കരുത്തുറ്റ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ ഒന്നിന്റെ പുതിയ അധ്യായത്തിനാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദ്വിദിന സന്ദർശനം. ഈ സന്ദർശനത്തെ ഒരു സാധാരണ കൂടിക്കാഴ്ചയായി കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പ്രതിരോധപരമായ കെട്ടുറപ്പിനപ്പുറം വളരുകയാണ്. രണ്ട്, പുടിന്റെ ഈ വരവ് ഇന്ത്യയുടെ പ്രാധാന്യം റഷ്യക്ക് എത്ര വലുതാണെന്ന് അടിവരയിടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുടിൻ നൽകിയ പ്രാധാന്യവും മോദിയെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചതും ഇന്ത്യയുടെ വളർച്ചയെ പുടിൻ പ്രശംസിച്ചതും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തുന്നു. പതിറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ തണലിൽ നിൽക്കുന്ന ഈ തന്ത്രപരമായ കൂട്ടുകെട്ട് ഇപ്പോൾ അതിന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് സാമ്പത്തികമാണ്. വ്യാപാരം, നിക്ഷേപം, ജനങ്ങൾ തമ്മിലുള്ള സഹകരണം. വ്യാപാരം, പ്രതിരോധം, ബഹിരാകാശ സഹകരണം തുടങ്ങിയ മേഖലകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദിയായ ഈ സന്ദർശനം ഡിസംബർ 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തോടനുബന്ധിച്ചാണ് നടന്നത്. ഇന്നത്തെ നമ്മുടെ അവതരണത്തിന്റെ വിഷയം ഇതാണ്: ഇന്ത്യ റഷ്യ സൗഹൃദം ഇനി വ്യാപാരത്തിലൂടെ വളർച്ചയുടെ അടുത്ത പടിയിലേക്ക്. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വ്യാപാരമായിരുന്നു. റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രി മാക്സിം റെറ്റേനിക്കോവ് പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ റഷ്യൻ ഫെഡറേഷന്റെ നമ്പർ 2 പങ്കാളിയായി മാറിക്കഴിഞ്ഞു. ലക്ഷ്യം 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൺ വർദ്ധിക്കും. ഇതിനായി 2030 വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിക്ക് ധാരണയായിട്ടുണ്ട്. നിലവിൽ ഏകദേശം 68.7 ബില്യണാണ് നമ്മുടെ വ്യാപാര വിറ്റുവരവ്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വ്യാപാര അസന്തുലിതാവസ്ഥ. റഷ്യ 58 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ച് 5 മില്യൺ മൂല്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ കഴിവുകൾ അറിയാവുന്നതുകൊണ്ട് ഈ വ്യത്യാസം കുറയ്ക്കാൻ റഷ്യ തന്നെ മുൻകൈയെടുക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ മരുന്നുകൾ, രാസവസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഇറക്കുമതി റഷ്യ വർദ്ധിപ്പിക്കും. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയിൽ ഒരു വലിയ വിപണി തുറന്നു കിട്ടും. 8 കരാറുകൾ. ജനകീയ നേട്ടങ്ങൾ. രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന 8 പ്രധാന കരാറുകളിലൊന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. തൊഴിൽ, കുടിയേറ്റം. റഷ്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ക്ഷാമം ഇന്ത്യൻ യുവാക്കൾക്ക് ഒരു വലിയ അവസരമാണ്. ഈ കരാറുകൾ ഇന്ത്യൻ യുവാക്കൾക്ക് റഷ്യയിൽ നിയമപരമായി മികച്ച തൊഴിൽ നേടാൻ വഴി തുറക്കും. പ്രതിവർഷം തൊഴിൽ സേനയിലേക്ക് കടന്നുവരുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. വളം, ഭക്ഷ്യസുരക്ഷ. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് സുസ്ഥിരമായ പിന്തുണ നൽകാൻ റഷ്യ വാക്ക് നൽകിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് സ്ഥിരവും ദീർഘകാലവുമായ വളം വിതരണം ഉറപ്പാക്കും. കൂടാതെ സംയുക്തമായി യൂറിയ ഉൽപ്പാദിക്കാനുള്ള ധാരണയും കർഷകർക്ക് വലിയ ആശ്വാസമാകും. വിദ്യാഭ്യാസം, ആരോഗ്യം. മുംബൈ, പൂനെ സർവകലാശാലകളും റഷ്യൻ യൂണിവേഴ്സിറ്റികളും തമ്മിലുള്ള സഹകരണത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള അറിവ് നേടാനാകും. ആരോഗ്യം, സംരക്ഷണം, മെഡിക്കൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലും സഹകരണം ഉറപ്പിച്ചു. ഷിപ്പിംഗ് പരിശീലനം. ആർട്ടിക് മേഖല പോലെയുള്ള തന്ത്രപ്രധാനമായ ജലാശയങ്ങളിൽ കപ്പലുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പിട്ടു. ഊർജവും സുരക്ഷയും. വിശ്വസ്ത പങ്കാളിത്തം. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രതിരോധ ഊർജ ബന്ധങ്ങൾക്ക് ഈ സന്ദർശനം കൂടുതൽ ഊർജം പകർന്നു. ഊർജ സുരക്ഷ. റഷ്യ ഊർജ സ്രോതസ്സുകളുടെയും ഇന്ധനത്തിന്റെയും വിശ്വസ്ത വിതരണക്കാരായി തുടരുമെന്ന് പുടിൻ പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ റഷ്യയുടെ ഈ ഉറപ്പ് നിർണായകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ നിലയങ്ങളിലൊന്നായ കുടക്കുളം നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരണം കൂട്ടും. കൂടാതെ രാജ്യത്ത് ചെറു ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനും സഹകരണം ശക്തമാക്കും. പ്രതിരോധം. സൈനിക സാങ്കേതിക സഹകരണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളതെന്ന് പുടിൻ എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇപ്പോഴും റഷ്യ നൽകുന്ന പിന്തുണ വലുതാണ്. ഭീകരവാദം. ആഗോള ഭീകരവാദ ഭീഷണിയിലെ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് നേരിടുമെന്ന് മോദി ഉറപ്പു നൽകി. യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുകയും സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇന്ത്യയുടെ നിഷ്പക്ഷവും സമാധാനപരവുമായ നിലപാട് റഷ്യയ്ക്ക് പോലും സ്വീകാര്യമാണെന്നതിന്റെ തെളിവാണിത്. സംസ്കാരവും വിനോദസഞ്ചാരവും സാംസ്കാരിക സഹകരണം. പ്രസാർ ഭാരതിയും റഷ്യയിലെ പ്രമുഖ മാധ്യമ ഗ്രൂപ്പുകളായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. റഷ്യൻ TV ചാനൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരികപരമായ ധാരണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിസ ഇളവ്. ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ വിനോദസഞ്ചാരികൾക്ക് ഉടൻ തന്നെ സൗജന്യ ഇലക്ട്രോണിക് വിസകൾ നൽകാൻ മോദി പ്രഖ്യാപിച്ചു. ഇത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകും. റഷ്യയിലെ വികസന മന്ത്രി തന്നെ സമ്മതിച്ചതുപോലെ കയറ്റുമതിയേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. ഇതിനർത്ഥം നമ്മുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ വലിയ വിജയമാണെന്നാണ്. ഈ വളർച്ച കാണുന്നതുകൊണ്ടാണ് റഷ്യ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവ വാങ്ങാൻ തയ്യാറാവുന്നത്. കാരണം ഗുണമേന്മയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണിയിൽ വലിയ ആവശ്യകതയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഗൾഫ് രാജ്യങ്ങളോ യൂറോപ്പോ ആണ് നമ്മുടെ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രങ്ങളെങ്കിൽ റഷ്യയുടെ ഈ വലിയ വാതിൽ തുറന്നു കിട്ടുന്നത് നമ്മുടെ പ്രാദേശിക ഉൽപാദകർക്കും ചെറുകിട വ്യവസായികൾക്കും ഒരു പുതിയ ആഗോള വിപണി നേടാൻ സഹായിക്കും. കൂടാതെ നമ്മൾ ശ്രമിക്കുന്ന യൂറേഷ്യൻ സാമ്പത്തിക സ്വാതന്ത്ര്യ യാഥാർത്ഥ്യമായാൽ 100 ബില്യൺ ലക്ഷ്യം നമ്മൾ എളുപ്പത്തിൽ മറികടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ റഷ്യയുടെ ഈ സായാഹ്നം വളരെ നിർണായകമാണ്. പ്രസിഡന്റ് പുടിന്റെ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ് ഫോറവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന് ഒരു പുതിയ സാമ്പത്തിക ദിശാബോധം നൽകുന്നു. പ്രതിരോധ മേഖലയിലെ പതിവ് പങ്കാളിത്തത്തിനപ്പുറം വാണിജ്യപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും റഷ്യൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായക ചുവടുവയ്പ്പാണിത്. മോദിയും പുടിനും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും ഇന്ത്യയുടെ വളർച്ചയിലേക്കുള്ള ലോകത്തിന്റെ വിശ്വസനീയവും ഈ ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ കൂട്ടുകെട്ടിന് ഒരു വലിയ സാമ്പത്തിക അടിത്തറ നൽകാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. വ്യാപാരം, ഊർജം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിൽ ഒപ്പുവെച്ച സുപ്രധാന കരാറുകൾ അടുത്ത ദശകത്തിൽ ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വളർച്ചയും സമൃദ്ധിയും ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് മുന്നോട്ടു പോകുമ്പോൾ ലോകരാഷ്ട്രീയം ഈ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക വിജയത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ വീണ്ടും കാണാം. നന്ദി.